എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവരൊരു സമൂഹത്തിനെ കംപ്ലീറ്റ് മദ്യത്തിന് അടിമകളാക്കി നശിപ്പിച്ച് നാശമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വശത്ത് വലിയ തോതിൽ നികുതി വെട്ടിപ്പ് നടത്തുക, മറുവശത്ത് പാവപ്പെട്ടവനിൽ നിന്ന് അവനെ മദ്യപിച്ച് കിടത്തി അവൻ്റെ പൈസ മേടിച്ച് അതിൽ അഭിരമിക്കുക. ഇപ്പം യുവന്മാർ ഈ ബാറുകാരിൽ നിന്ന് പണം വാങ്ങിക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്ന വൃത്തികളുടെ പശ്ചാത്തലത്തിൽ തന്നെ കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീകൾ ആ മസ്തകത്തിന് അടി ഈ പിണറായി സർക്കാരിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്ന കാര്യം മറക്കരുത് എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് സൂചിപ്പിക്കാം. നമസ്കാരം. 2016 തെരഞ്ഞെടുപ്പ് പത്രികയിൽ LDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമുണ്ടായിരുന്നു. സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും. 2016 പിണറായി വിജയൻ അധികാരമേറ്റെടുക്കുമ്പോൾ സംസ്ഥാനത്ത് 86 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 9 വർഷങ്ങൾക്കിപ്പുറം 864 ബാറുകളോ മറ്റോ ആയി മാറിയിരിക്കുന്നു നമ്മുടെ ബാറുകളുടെ എണ്ണം. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളെ പോലും അറിയിക്കാതെ പിണറായി വിജയനും എക്സൈസ് മന്ത്രിയും ചേർന്നാണെന്ന് തോന്നുന്നു ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് രാവിലെ 10 മണി മുതൽ 12 മണി വരെ ബാറ് തുറന്ന് പ്രവർത്തിക്കാം. പഞ്ചനക്ഷത്ര ബാറുകൾക്ക് 5 ലക്ഷം രൂപ അധികം അടച്ചാൽ പുലർച്ചെ വരെ പ്രവർത്തിക്കാം എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു ഇപ്പോഴുള്ള നിലപാട്. അതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയൊക്കെ നടന്നു എന്നൊക്കെ ആരോപണമുണ്ട്. എങ്ങനെയാണ് ഒരു സർക്കാരിന് ഇത്തരത്തിൽ, കാരണം മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ക്രമാതീതമായി കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഘടകകക്ഷികളെ പോലും അറിയിക്കാതെ ഇത്തരത്തിൽ ബാറുടമകളെ സഹായിക്കാനായി പിണറായി വിജയൻ ഏകപക്ഷീയമായി ഇത്തരത്തിലൊരു ബാറുകൾ തുറന്നു കൊടുക്കുമ്പോൾ അതെങ്ങനെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കും? നമ്മൾ 2011-16 കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്ക് നമ്മളൊന്ന് പോയാൽ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചരണായുധം എന്ന് പറയുന്നത് ബാർ കോഴ ഇടപാട്. അതായത് ബാറുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാർ ഉടമകളിൽ നിന്ന് ലക്ഷങ്ങൾ UDFിൻ്റെ മന്ത്രിമാരൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. മാണി എത്രയോ ലക്ഷം രൂപ മേടിച്ചു, മാണി നോട്ട് യന്ത്രം വീട്ടിൽ പറഞ്ഞു. 2015 തോന്നുന്നു ആ നിയമസഭ തല്ലിപ്പൊളിച്ച സംഭവമൊക്കെ ഉണ്ടായത് ഈ ബാർക്കോഴയുടെയൊക്കെ ഭാഗമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ തടയാനാണ്. അതെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതൊന്നുണ്ടായത്. എന്ന് മാത്രമല്ല, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതരായിരിക്കണം എന്ന ഹൈക്കോടതി ജഡ്ജായിരുന്ന അന്ന് കമാൽ പാഷ ആയിരുന്നു എനിക്കൊന്ന്, അദ്ദേഹത്തിൻ്റെ ആ ജഡ്ജിയുടെ ഒരു പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് KM മാണിക്ക് രാജിവെക്കേണ്ടി വന്നത്. മനസ്സിലായില്ലേ? അന്ന് KM മാണിക്കെതിരെ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണമായിരുന്നു CPMൻ്റെ DYFIയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നത് എനിക്ക് ഓർമ്മ. അപ്പോൾ 2016 ഇടതുപക്ഷം അധികാരത്തിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണായുധം എന്ന് പറയുന്നത് ബാർ കോഴ ഇടപാട്. അതിനുശേഷം പിന്നീട് അധികാരത്തിൽ വന്നു, മാണിയെ ആ പാർട്ടിയിലെടുത്തു, ബാർ കോഴ ഒക്കെ എവിടെയോ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു പോയി, എല്ലാം പോയി. അപ്പോൾ അത് നമ്മൾ ഈ അവസരത്തിലൊന്ന് ഓർക്കണം. അപ്പം ആ വിഷയത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ബാർ ഉടമകളിൽ നിന്ന് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന മാണി എത്രയോ ലക്ഷങ്ങൾ കോടികൾ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു. അതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത് നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് UDF സർക്കാരിൻ്റെ കാലത്ത് അടിസ്ഥാനപരമായി സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള തർക്കവിതർക്കങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നുവെങ്കിലും അന്നുണ്ടായിരുന്ന 100 കണക്കിന് ബാറുകൾ അന്ന് ഉമ്മൻചാണ്ടി പൂട്ടി. ഉമ്മൻചാണ്ടി പൂട്ടിയപ്പോഴത്തേക്കും അത് ബാറുകൾ അവർ നവീകരിച്ചാൽ തുറക്കാൻ അനുവദിക്കാം എന്ന് പറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് പൂട്ടിയത്. പിന്നീട് നവീകരിച്ചാണ് തുറന്നതെന്നൊക്കെ പറഞ്ഞ വാദങ്ങളുടെ അവിടെ നിൽക്കട്ടെ. എന്തായാലും കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ബാറുകൾ ബഹുഭൂരിപക്ഷവും നിർത്തലാക്കി. അപ്പോൾ അതിനെ നമുക്ക് പോസിറ്റീവായിട്ടൊരു സ്റ്റെപ്പായിട്ട് പൊതുമണ്ഡലത്തിൻ്റെ ഭാഗത്ത് നോക്കി നമുക്ക് കാണാം. എന്തായാലും ആ ഗവൺമെൻറ് അധികാരത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 80-83 ബാറുകൾ മാത്രം ഉണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊക്കെ വന്നു, പ്രകടന പത്രികയൊക്കെ വന്ന സമയത്തൊക്കെ തന്നെ ഈ ബാറുകൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ വന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് പ്രചരണത്തിന് സീതാറാം യെച്ചൂരി വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ബാറുകളെല്ലാം ഇപ്പോൾ പൂട്ടിയിട്ടുണ്ടോ എന്നൊക്കെ തുറക്കുന്നു. ഒരു കാരണവശാൽ
ഞങ്ങൾ തുറക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് യെച്ചൂരി പറയുന്നത്. എന്നാണ് യെച്ചൂരി പറയുന്നത്. അതുപോലെ തന്നെ UDF സർക്കാരിൻ്റെ കാലത്ത് ഈ ബിവറേജ് കോർപ്പറേഷനുകൾ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങളും എല്ലാം നടന്നു. ഇപ്പം 10 വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് 883 ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ടൊരു 5-6 ബാറുകൾ എന്നുള്ള നിലയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ ഏത് മുക്കിനും മൂലയിലും ചെന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ പോലും ഒരു 5-6 ബാറുകൾ. ഇപ്പോൾ നമ്മൾ തമ്പാനൂരോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് കാണാം ഒരു 5-6 ബാറുകൾ. ആ നിലയിൽ ബാറുകൾ കൊണ്ടങ്ങോട്ട് കുത്തി നിറച്ചിരിക്കുകയാണ് ഇപ്പോൾ പിണറായി സർക്കാർ. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം എന്താ? ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ബാറുകൾ രാവിലെ 11 മണിക്കോ അങ്ങോട്ട് തുറക്കാൻ പാടുള്ള 11 മണി മുതൽ രാത്രി 10 മണി വരെയായി. 11 മണി. അപ്പം അത് ഇപ്പം മാറ്റിയിട്ട് രാവിലെ 1 മണിക്കൂറും വൈകിട്ട് 1 മണിക്കൂറും എന്നുള്ള നിലയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതൊരു 1 മാസം എടുത്തു കഴിഞ്ഞാൽ 6-7 ദിവസം എന്നുള്ള നിലയിൽ വന്നിരിക്കുന്നതാണ് പറയുന്നത്. 60 മണിക്കൂർ കൂടും. അപ്പം ഇത് ബാർ ഉടമകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു വലിയ കൊള്ള ലാഭമുണ്ട്. അപ്പം അതിന് ചെറുപ്പക്കാരനായിട്ടുള്ള എക്സൈസ് മന്ത്രി കൊടുത്തിരിക്കുന്ന ഉളുപ്പും ലജ്ജയും ഇല്ലാത്ത ന്യായീകരണം എന്താണെന്ന് ചോദിച്ചാൽ അത് സമയം ഏകീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ളത്. അതായത് ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അത് ബാക്കി ബാറുകൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് അവരുടെ പരാതി സഹിക്കാൻ വയ്യാതായിരുന്നു. അവരുടെ പരാതി സഹിക്കാൻ വയ്യാതായിരുന്നു. പിന്നെ അവരെന്തോ ബാറുകൾ എന്തോ ഈ സർക്കാരിന് കൊടുക്കുന്ന പണം ഉണ്ടല്ലോ അതെന്തോ കേരളത്തിൽ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അത് ഇത്തിരി കൂട്ടിയതൊക്കെയാണ് അല്ല അത് സംബന്ധിച്ചതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എത്രയോ 5 ലക്ഷം രൂപ മറ്റോ കൊടുത്താൽ അല്ലേ ഈ 5 ലക്ഷം രൂപ അധികം അടച്ചാൽ നക്ഷത്ര നേരം വെളുക്കുന്ന 3 മണി വരെ പ്രവർത്തിക്കാം. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റെ നേതാക്കൾക്കും അതിൻ്റെ മന്ത്രിമാർക്കും ഞാനീ പറഞ്ഞ പോലെ ഉളുപ്പും ലജ്ജയും ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഏകീകരണവും ഈ പറയുന്ന ന്യായവാദങ്ങളും ഈ വിദണ്ഡവാദങ്ങളുമൊക്കെ ഇലക്ഷന് 1 മാസം മുമ്പാണ് ഇവരുടെ തലയിലോട്ട് കയറിയത് എന്നുള്ളതാണ്. അതെ, ഇതിപ്പോൾ ബാറുകാരൊക്കെ ആവശ്യപ്പെടാൻ നോക്കിയിട്ട് 1-2 വർഷങ്ങളായി. അപ്പോൾ ആ ബാർ ഉടമകൾ 1-2 വർഷമായി ആവശ്യപ്പെടുന്ന കാര്യം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേമാസം അങ്ങോട്ട് നടപ്പിലാക്കി കൊടുക്കുന്നത് എന്ന് മാത്രമല്ല ഇതിപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഫയലൊക്കെ പെട്ടെന്ന് ജനുവരിയിൽ ഒരു ദിവസം പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ തന്നെ തീരുമാനിക്കുമ്പോൾ അവർക്ക് അതിന്റെ ഒരു വേഗത ഉണ്ടാവുമല്ലോ. ഓരോ ഫയലും ഒരു ജീവിതമല്ലേ സാറേ? ബാറുകാരൻ്റെതും ജീവിതമല്ലേ? അതെ, ബാറുകാരൻ മനുഷ്യനല്ലേ? അവിടുത്തെ ബയർമാര്, അവിടെ കുപ്പി പറക്കുന്നവര്, അവിടെ അച്ചാർ വിൽക്കുന്നവർ, അവിടെ സപ്ലൈ ചെയ്യുന്നവര്. അതെ, അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ പിണറായി വിജയനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കുകയാണ് നമ്മൾ. അല്ല, അത് മാത്രമല്ല, നമ്മളിതിൽ കാണാതെ പോകുന്നൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം നമ്മളിത് പരിഹസിക്കുന്നു, പക്ഷേ ഇത് സ്വകാര്യ ഹോസ്പിറ്റലുകാർക്ക് വലിയൊരു രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കാരണം 12 മണിക്ക് അടിച്ച് ഫിറ്റായി പോകുന്നവൻ ആക്സിഡൻറ്റ് സംഭവിക്കും. അപ്പോൾ ഇതുപോലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഒരു ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അത് ഈ ബാറുകൾ വളരുന്നതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളും വളരുന്ന ഒരു യഥാർത്ഥത്തിൽ ബാറുകാരിൽ നിന്ന് മാത്രമല്ല ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായ ആശുപത്രികളിൽ നിന്നും ഉമ്മാർക്ക് നല്ല തുക കിട്ടാനുള്ള സാധ്യത. ആംബുലൻസ്, സ്വകാര്യ ആംബുലൻസുകൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമാർക്കൊന്നും ഉളുപ്പും ലജ്ജയും എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. ഇതിപ്പോ ഈ ഉളുപ്പും ലജ്ജയും തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് അതെ ഞാനതിലേക്ക് നോക്കിക്കോളൂ. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് അവരെ ഉപയോഗിക്കാൻ താഴെ ഇറക്കാൻ ഉപയോഗിച്ച അതേ ആയുധം തന്നെ ഈ സർക്കാരിന്റെ അവസാന കാലത്ത് ഉപയോഗിക്കാൻ ഉമാർക്ക് യാതൊരു നാണവും ഇല്ല. അല്ല, അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് 2016 ഉമ്മൻചാണ്ടിക്കെതിരെ
പെൺവിഷയം ഉയർത്തിക്കൊണ്ട് വന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പെൺവിഷയം ഉയർത്തി, അതെല്ലാം ചീറ്റിപ്പോയി. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലല്ലോ കോൺഗ്രസ്. അപ്പോൾ ഇനി ഇത്തരത്തിൽ കാര്യങ്ങൾ ചിന്താശേഷിയില്ലാത്ത ഒരു ജനതയെ, ഒരു തലമുറയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവശ്യം. ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇതുണ്ടെങ്കിൽ, അവർക്ക് ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടെങ്കിൽ, ഒരിക്കലും ഒരുത്തൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരില്ല. അതായത് ചോദ്യം ചെയ്യേണ്ട തലമുറ അടിച്ചു കിറങ്ങി കിടക്കുകയാണ്. പിന്നെന്ത് ചെയ്യും? അതെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഏതാണ്ട് ഒരു 3 ലക്ഷം രൂപ വീതം ഈ 883 ബാറുകാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ബാറുകാരിൽ നിന്ന്. അപ്പം നമുക്ക് ഒരു 10-25-30 കോടി രൂപയ്ക്ക് അടുത്ത് അവരിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പം ആരോപണം ഉയർന്നു നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതൊരു വശം. ഇനി മറുവശം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവരൊരു സമൂഹത്തിനെ കംപ്ലീറ്റ് മദ്യത്തിന് അടിമകളാക്കി നശിപ്പിച്ച് നാശമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. മുമ്പൊക്കെ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2016 മുമ്പിൽ എടുത്തു കഴിഞ്ഞാലും മദ്യപിച്ചുകൊണ്ടുള്ള ഈ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ വളരെ കുറച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലോചിച്ചു, മകൻ അമ്മയെ ബലാത്സംഗം ചെയ്യുന്നു, അച്ഛൻ മകനെ തലക്കടിച്ച് കൊല്ലുന്നു, സഹോദരൻ സഹോദരിയെ ബലാത്സംഗം ചെയ്യുന്നു. നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാതെ നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ നമുക്ക് അറപ്പും അവജ്ഞയും ഭയവും തോന്നുന്ന തരത്തിലുള്ള ബന്ധങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാം ഈ മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളുമാണ് 99% നടക്കുന്നത്. അപ്പം മദ്യം ഇത്രയധികം സാർവത്രികമാക്കുക, എന്നിട്ട് മദ്യവിരുദ്ധതയെ കുറിച്ചിട്ട് പറയുക, എന്നിട്ട് വിമുക്തിയെ കുറിച്ചിട്ട് പറയുക, മനസ്സിലായോ? അപ്പം നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ഈ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗമാണ് മദ്യ ഉപഭോഗത്തിൽ ബഹുഭൂരിപക്ഷവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതായത് ഇപ്പം മദ്യത്തിൻ്റെ ഉപഭോഗത്തെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ, അതിൽ താരതമ്യേന വില കുറഞ്ഞ ഇനം മദ്യമാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, സമൂഹത്തിലെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര ജനവിഭാഗങ്ങളാണ് ഇത് അതിഭീകരമായി ഉപഭോഗം നടത്തുന്നത്. ജവാനായിരുന്നു ആവശ്യക്കാർ കൂടുതൽ. ഇപ്പോൾ മലബാർ മിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് പുതിയത് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെയും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിനെയും കേരളത്തിലെ ദരിദ്രമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന അതിഗുരുതരമായിട്ടുള്ളൊരു പ്രത്യാഘാതം എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരന്മാരെന്ന് പറയുന്ന ഇവന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ കേരളത്തിലെ പൊതുമണ്ഡലത്തിനെ മൊത്തം ഈ പറഞ്ഞ പോലെ നിർജീവമാക്കുന്ന, അവരെ മുഴുവൻ മദ്യത്തിന് അടിപ്പെടുത്തുന്ന ഒരു സംവിധാനമായിട്ട് ഇവർ മാറിയിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട 2 വരുമാന മാർഗങ്ങൾ ഏതാ? ലോട്ടറിയും മദ്യവും. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത്? ആളുകളെ കുടിച്ച് കിടത്തിയിട്ട് അവരിൽ നിന്ന് പണം ഉണ്ടാക്കി ആ പണത്തിൽ ഇവർ അർമാദിക്കുന്നു. മാത്രമല്ല, ഇനി ഈ രാത്രി മദ്യപിച്ചിട്ട് വരുന്നവർ വാഹനം ഓടിച്ച് വരുമ്പോൾ പിഴ കിട്ടും, വലിയ രീതിയിലുള്ള പിഴ കിട്ടും. ഇനി ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിൽ വലിയൊരു ഭൂരിപക്ഷം വരുന്ന ഒരു കൂലിപ്പണിക്കാരുണ്ട്. ഈ കൂലിപ്പണിക്കാർ പല മേഖലകളിൽ, ഹോട്ടൽ മേഖലകളിൽ, നിർമ്മാണ മേഖലകളിൽ ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരുടെ ഒരു ദിവസത്തെ ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരാശരി 1000 രൂപ വയ്ക്കാം, അല്ലെങ്കിൽ 1200 രൂപ വയ്ക്കാം. ഈ 1200 രൂപ വരുമ്പോൾ ഇവർക്ക് ഒരു മാസത്തെ കണക്കെടുത്താൽ പോലും ഈ ഒരു മദ്യത്തിന് വേണ്ടി അവർ 400-500 രൂപയാണ് അവർക്ക് ഒരു ദിവസം മുടക്കേണ്ടി വരുന്നത്. അതായത് 500 രൂപ മുടക്കി കഴിഞ്ഞാൽ ബാക്കി ഇവരുടെ വണ്ടിക്കൂലിയും അവരുടെ മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിൽ കിട്ടുന്നത് 300-400 രൂപ മാത്രമാണ്. 300-400 രൂപ കൊണ്ട് ഒരു ദിവസം ശരാശരി 2 കുട്ടികൾ പഠിക്കുന്നൊരു കുടുംബം, അതോടൊപ്പം അവരുടെ മറ്റ് ആഹാരത്തിൻ്റെ ആവശ്യങ്ങൾ, കറണ്ട് ചാർജ്, വൈദ്യുതി ബില്ല്, ആശുപത്രി ചിലവ്, കല്യാണത്തിനും കത്തത്തിനും പോകുന്ന അങ്ങനെയുള്ള ചിലവുകൾ, ഇതൊന്നും അവർക്ക് ടാലിയാവില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർ മറ്റ് പല മേഖലകളിലേക്കും തിരിയുന്നു, ആ കുടുംബം ആത്മഹത്യ ചെയ്യുന്നു, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ടാവുന്നത്. അതതിൻ്റെ ഒരു വശം. മറുവശത്ത് ഇതിൻ്റെ ഒരു വിഭവ സമാഹരണത്തിൻ്റെ ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും, അതായത് സമൂഹത്തിലെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ മദ്യത്തിന് അടിമകളാക്കി അവരിൽ നിന്ന് വിഭവ സമാഹരണം നടത്തി ആ വിഭവ സമാഹരണം പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായി മാറ്റുന്ന ഒരു വൃത്തികെട്ട സർക്കാർ. ആ സർക്കാർ മറുഭാഗത്ത് എന്താ ചെയ്യുന്നത്? മറുഭാഗത്ത് നികുതി പിരിക്കേണ്ട മേഖലകളിൽ നിന്നൊക്കെ വലിയ തോതിൽ നികുതി പിരിക്കാതിരിക്കും. സ്വർണത്തിന്റെ മേഖല, ഞാൻ പറയുന്നത് ഇപ്പോൾ സ്വർണത്തിന്റെ മേഖല നമ്മൾ എടുക്കും, ബാറിലേക്ക് വരാം. സ്വർണത്തിന്റെ മേഖല എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഉപഭോഗമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇനീലാസ്റ്റിക് എന്നാണ് പറയുന്നത്. അതായത് എത്ര വില കൂടിയാലും ഡിമാൻഡ് കുറയില്ല.
സ്വർണത്തിന് കുത്തനെയുള്ള വില വർധന നമ്മൾ കണ്ടല്ലോ. അതെ, 1.5 ലക്ഷം രൂപ അടുത്തൊക്കെ ഒരു പവൻ എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. എന്നാൽ ആ മേഖലയിൽ നിന്ന് ഏതാണ്ട് 1,500 കോടി രൂപയാണ് പിരിക്കുന്നതെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഏതാണ്ട് 3-4 ലക്ഷം കോടി രൂപയുടെ സ്വർണത്തിന്മേൽ വരുമാനം ഇവിടെ സ്വർണ്ണ കച്ചവടക്കാരുണ്ടാക്കുമ്പോൾ അതിൻ്റെ 0.5%, 0.25% ആണ് വിഭവസമാഹരണമായിട്ട് നടത്തുന്നത് ഒരു വശത്ത്. മറുവശത്ത് ടൂറിസത്തിൻ്റെ മേഖല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സംസ്ഥാനമാണ് കേരളം. ആ ടൂറിസ്റ്റുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ വരുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ എനിക്ക് തോന്നുന്നൊരു 1,500, 2,000 5 സ്റ്റാറും 7 സ്റ്റാറും വരെയുള്ള ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകളിൽ നിന്നൊക്കെ പിടിക്കുന്ന നീതി എത്രയാണ്? തുച്ഛം ആയിട്ടുള്ള നീതി. അതുപോലെ തന്നെ ഈ ബാർ ഉടമകൾ 883 ബാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഇവന്മാർ പറയുന്ന ഏകീകരണം എന്ന് പറഞ്ഞ് ഈ കൈക്കൂലി മേടിക്കാൻ വേണ്ടി ഇവന്മാർ 2 മണിക്കൂർ കൂട്ടി കൊടുത്തത് കൊണ്ട് മാത്രം അവർക്കുണ്ടാകാൻ പോകുന്നത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്. 3 ലക്ഷം കൊടുത്താൽ അവനെന്താ ഒരാഴ്ചത്തെ കച്ചവടം? ഞാൻ ആ പോയിന്റല്ലേ ഞാൻ പറയുന്നത്. ഇനി ഈ കൊടുക്കുന്ന മദ്യം തന്നെ സെക്കൻഡ്സും തേർഡ്സും എന്നൊക്കെ പറഞ്ഞിട്ട് മായവല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 3-4 ഇത് ലാർജ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തലയ്ക്കുള്ളി ഉണ്ടോ അവന് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുടിച്ചോണ്ട് പോകില്ല. അപ്പോൾ ആ നിലയിൽ ശതകോടികളുടെ ലാഭം ഈ ബാറുകാർ ഉണ്ടാക്കുന്നുണ്ട്. ആ ബാറിൽ നിന്ന് പിരിക്കുന്ന നികുതി സംബന്ധിച്ച് എന്തെങ്കിലും ഇവന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഒരു വശത്ത് വലിയ തോതിൽ നികുതി വെട്ടിപ്പ് നടത്തുക, മറുവശത്ത് പാവപ്പെട്ടവനിൽ നിന്ന് അവനെ മദ്യപിച്ച് കിടത്തി അവൻ്റെ പൈസ മേടിച്ച് അതിൽ അഭിരമിക്കുക. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ പോലെ കുറ്റകൃത്യങ്ങളുടെയൊക്കെ ഇതിൽ വലിയ തോതിലുള്ള വർധന. അത് വലിയ ഭീകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇവർ ചെയ്യുന്ന ചതി, പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് മദ്യം വിൽക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് 20 രൂപ ഡെപ്പോസിറ്റായി വാങ്ങിക്കും. ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ കിട്ടും. ഇതിൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഒരു ദിവസം വരുന്നത്. കാരണം ഈ കുപ്പി വാങ്ങിക്കുന്ന എല്ലാവരും കൊടുക്കുന്നുണ്ടോ? ഒരു 1% ആൾക്കാർ പോലും തിരിച്ചേൽപ്പിക്കുന്നില്ല. അതിന് കൂടുതൽ കിട്ടും. അത് മാത്രമല്ല, ഈ വില കൂടിയ മദ്യം, ഈ പറയുന്നത് പോലെ ചെറിയ രീതിയിലുള്ള മദ്യമുണ്ട്. പക്ഷേ ആ മദ്യത്തിൻ്റെ കിക്ക് കിട്ടാതെ വരുമ്പോൾ പലരും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഇവിടെ തന്നെ എത്രയോ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. അതെന്താണ്? മദ്യം തലയ്ക്ക് പിടിക്കുന്നില്ല. ആ ഒരു അതെ, അതൊരു വശം. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് പാവപ്പെട്ടവനാണ് ഇത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് എന്ന് നമ്മൾ പറയും. വില കുറഞ്ഞ മദ്യം കൂടുതൽ ക്വാണ്ടിറ്റി മേടിച്ച് കുടിക്കുന്നവനാണ് ഇതിൽ ബഹുഭൂരിപക്ഷം എന്ന് നമ്മൾ പറയും. ആ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലാണ് ഈ മദ്യപാനാസക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിഭീകരമായിട്ടുള്ള കുടുംബത്തിൽ അന്തഛിദ്രം, രോഗങ്ങൾ, ഇപ്പം ആശുപത്രികളുടെയൊക്കെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവന്മാർ ചെയ്യുന്ന ഈ വൃത്തികേടുകളുണ്ടല്ലോ, അതിലേറ്റവും പുതിയ ഒരു ഇതാണ് ഈ ബാറുകാരിൽ നിന്ന് പണം മേടിക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ഇതിനെതിരെ ഈ കടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കേണ്ടത് ഇവിടുത്തെ 50% വരുന്ന സ്ത്രീകളാണ് എന്നാണ് ഞാൻ പറയുന്നത്. ആ സ്ത്രീകൾ ഇതിൻ്റെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇപ്പം ഇവന്മാർ ഈ ബാറുകാരിൽ നിന്ന് പണം വാങ്ങിക്കാൻ വേണ്ടി കാണിച്ചിരിക്കുന്ന വൃത്തികളുടെ പശ്ചാത്തലത്തിൽ തന്നെ കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീകൾ ആ മസ്തകത്തിനടി ഈ പിണറായി സർക്കാരിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്ന കാര്യം മറക്കരുത് എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എങ്ങനെയെങ്കിലും ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ട ആരാണ്? ഭരണകൂടത്തിൻ്റെ അഴിമതികളെയും കൊള്ളരുതായ്മകളെയും ചോദ്യം ചെയ്യേണ്ടത് യുവതലമുറയാണ്. പക്ഷേ ആ യുവതലമുറ വേടൻ്റെ പിന്നാലെ പോയി റാപ്പ് പാടുന്നു, മറ്റു പല ആക്ടിവിറ്റീസിലേക്കും അവർ തിരിയുന്നു. അപ്പോൾ നമ്മുടെ സർക്കാരിന്, അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും വേണ്ടത് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യപ്പെടാത്ത, പ്രതികരിക്കാത്ത ഒരു തലമുറയെയാണ്. ആ തലമുറയെയാണ് ഇവർ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ തലമുറ എന്താണ് ചെയ്യുന്നത്? മദ്യവും സിന്തറ്റിക് ലഹരിയും ഉപയോഗിച്ച് അന്തംകമ്മികളെക്കാൾ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിൽ അവർ നടക്കുകയാണ്. അപ്പോൾ സർക്കാരിനെ ചോദ്യം ചെയ്യില്ല. അവർ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും രാത്രി നൈറ്റ് ലൈഫ്, വേടനോടൊപ്പം റാപ്പ് മ്യൂസിക്, അതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്തരത്തിലുള്ള വൃത്തികേടുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, പണം കിട്ടും. രണ്ടാമത്, പ്രതികരണ ശേഷിയില്ലാത്ത ഒരു യുവതലമുറയെ കിട്ടും. ഇതിൽ പ്രതികരിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ സ്ത്രീകളാണ്, അമ്മമാരാണ്, പെങ്ങന്മാരാണ്. അവരാണ് പ്രതികരിക്കേണ്ടത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മറുപടി പിണറായി വിജയന് കൊടുക്കണം എന്ന് മാത്രമല്ല, ഈ വോട്ട് ചോദിച്ച് വരുന്നവന്മാരെ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഞാൻ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ
മീൻ വെള്ളം ഇവന്മാരുടെ മുഖത്തൊഴിക്കുകയോ അല്ലെങ്കിൽ ചാണകം കലക്കി വെച്ച് കുറ്റിച്ചൂല് ചാണകത്തിൽ മുക്കി മുഖത്തടിക്കുകയാണ് ഈ അന്തം കമ്പികളെ ചെയ്യേണ്ടത്. കാരണം ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ കേരളം ഇനി ബാക്കിയില്ല. ഒരു സ്ഥലത്തും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല, കോടതികളിൽ നിന്ന് യഥാർത്ഥ സമയത്ത് നമുക്ക് നീതിയും മറ്റും കിട്ടുന്നില്ല, ആശുപത്രികളുടെ കാര്യം അവതാളത്തിലായി. കത്രിക പോലും തുന്നിക്കെട്ടി വെച്ചിട്ട് ഡോക്ടർ പറയാണ് എത്ര കൊല്ലം കഴിഞ്ഞാലും 50 കൊല്ലം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഡോക്ടർ പോലും പറയുന്നു. വിദ്യാഭ്യാസ രംഗം താറുമാറായി. അപ്പോൾ എല്ലാ സമസ്ത മേഖലകളെയും മൂടിച്ചും മുച്ചൂട് നശിപ്പിച്ചിട്ടാണ് പിണറായി വിജയൻ അവിടെ വീണ്ടും ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഇതുവഴി പോകുന്ന ബസ്സുകൾ കാണാം. ആ ബസ്സിൽ ഇയാളുടെ ഒരു പടമാണ് എല്ലാ സ്ഥലങ്ങളിലും, 3 വശത്തും ഇയാളുടെ പടമാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് കണ്ട് കാണുമ്പം കലി വരും. കയ്യിലൊക്കെ ഇട്ട്, ഞാൻ സത്യം പറയാമല്ലോ, ദേശമന്ത്രി കയ്യിലൊക്കെ ഇട്ട് കടിക്കും. കാരണം ഇത് കാണാൻ വയ്യാന്നേ. ലോകത്ത് വേറെ എന്തിനെ വേണോ കാണിച്ചോട്ടെ. ഞാനത് പറയാൻ കാരണം ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പം പുള്ളിക്കാരൻ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളാണ്, ഇത് കുറച്ച് പ്രായമുള്ളൂ, ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഒരിക്കലും ഞാൻ KSRTC ബസ്സിൻ്റെ പിന്നാലെ പോകരുത് എന്ന് പ്രാർത്ഥിക്കും. കാരണം ബസ്സിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യുന്നത് വരെ ഈ മുഖം കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ മുഖത്തെ എത്രമാത്രം വെറുക്കുന്നു എന്ന് ആലോചിക്കണം. ഞാനത് തമാശ പറയുന്നതല്ല, എനിക്ക് ഈ മനുഷ്യനെ കാണുന്നതേ വെറുപ്പാണ്. സത്യം പറയാലോ, കാണുന്നതേ വെറുപ്പാണ്. ബസ്സിൽ ചെന്നിട്ട് 3 സൈഡിലും ഇയാളുടെ പടം ഒട്ടിച്ചിരിക്കുന്നു. ഒന്നാമത് ദൈവമേ ഇത് കാണരുതെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും വെള്ളയമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അല്ല വേറെ എന്തെങ്കിലും നിങ്ങൾ കാണിച്ചു, അത് കുഴപ്പമില്ല, ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഇത് ഈ പടം കണ്ട് ആൾക്കാർ വിളിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. എന്തായിരുന്നാലും ഇതിന് മറുപടി കൊടുക്കേണ്ടത് കേരളത്തിലെ ഒരു പകുതിയോളം വരുന്ന സ്ത്രീകളാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊടുത്തില്ലെങ്കിൽ അടുത്ത തവണ ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ്റെ സർക്കാർ ഇവിടെ മദ്യപ്പുഴയൊഴുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് വോട്ട് ചെയ്യുക.